ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മോനമ്പ ഹാർബറിൽ ഞാനും നമ്മുടെ ക്യാമറമാൻ അഭിഷേക് മച്ചാനും കുക്ക് മച്ചാനും കൂടെ വല വീശാറിങ്ങാട്ടാ. നമ്മുടെ കടലിലെ സ്വർണ്ണ മത്സ്യത്തിനെ പിടിച്ച വീഡിയോ ഉണ്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളൊരു 3-4 പ്രാവശ്യം വല വീശിയിട്ട് അവസാനം കിട്ടി മുതലാണ്ടത്. ഇതിനെ പിടിക്കാനാണ് നമ്മൾ ഇവിടെ കൂടുതലും വരുന്നത്. നമ്മുടെ കടലിലെ സ്വർണ്ണ മത്സ്യമായ നമ്മുടെ വഴുതക്കുട്ടനാണ്ടാ ഇപ്പൊ കിട്ടിയേക്കണത്. ഏകദേശം ഒരു 1 കിലോക്ക് മുകളിൽ തൂക്കവും ഉണ്ട് കേട്ടാ. 1 കിലോ കൂടുതലുണ്ടാവും. ഒന്നും പറയാനില്ല, 1 കിലോ കൂടുതലുണ്ടാവും. വഴുത, കട്ട്ള, കോര അങ്ങനെ ഒരുപാട് പേരുകളുള്ള മീനാണിട്ടത്. ഇംഗ്ലീഷിലിനെ ഗോൾഡ് ഫിഷ് എന്ന് പറയും. വല വീശിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു പരുതിയുടെ സൗണ്ട് എടുത്തത്. അപ്പോൾ നമ്മുടെ കുക്ക് മച്ചാൻ ഒരു നന്ദൻ മീൻ ഇട്ട് കൊടുത്തിട്ടാ. അത് എടുത്തുകൊണ്ട് പോണ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒരു വീശും കൂടെ വീശിയിട്ടാ. അപ്പം നമുക്ക് ഒരു ചെറിയൊരു വഴുതക്കുട്ടനെ കിട്ടി. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വഴുതക്കുട്ടൻ. അപ്പം അവൻ പോയി ജീവിക്കട്ടെ, നമുക്ക് തന്നെ കിട്ടാനുള്ളതല്ലേ. നമ്മ വല വീശി കുറച്ചും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഞണ്ടുകുട്ടൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നീന്തി പോണാണ്ടാ. കടൽ ഞണ്ടാണ്ടാ. നല്ല കലക്കുള്ള വെള്ളം ആയതുകൊണ്ടാണ് ഇതുപോലെ അവൻ നടക്കുന്നത്. നല്ല മഴയൊക്കെ പെയ്ത് നല്ല കലക്കുള്ള വെള്ളം ഉണ്ടാ. വെള്ളം നല്ല കലക്കായത് കൊണ്ട് അങ്ങനെ വേറെ മീനുകളൊന്നും അങ്ങനെ കാണണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ടൈപ്പ് മീനുകളെ കിട്ടി അതിനിടയിൽ. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു വാമീനെ പോലത്തെ നമ്മുടെ മണങ്ങാണെന്ന് തോന്നുന്നത്. അങ്ങനത്തെ ഒരു മീനെ കിട്ടിയാറുണ്ട്. അപ്പോൾ നമ്മൾ വല വീശി കുറച്ചുകൂടെ അവിടെ നടന്നപ്പോൾ ഒരു കടൽ കറുപ്പാണെന്ന് കേട്ടോ. നല്ല ചുവന്നിരിപ്പുണ്ട്. കടൽ കറുപ്പ് തന്നെ ഇരിക്കുള്ളൂ. ഇത് നമ്മുടെ ആദ്യം വന്നപ്പോൾ വീശിയപ്പോൾ കിട്ടിയ മീനാണ്ടാ. ഇത് കണ്ടില്ലേ, ഒരു നെച്ചറ കൂട്ടനാണ്ടാ. എപ്പോൾ വന്നാലും നമുക്ക് ഈ ഒരു മുതലിനെ കിട്ടും. ടൈം ആയിട്ടില്ല, ഒരുപാട് കിട്ടുന്ന സമയം ആവണല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നമ്മുടെ വഴുതക്കൂട്ടൻ തൂക്കി നോക്കിയാലോ, കറക്റ്റ് എത്ര വെയിറ്റ് ഉണ്ടാവും നോക്കാട്ടാ. അപ്പം നമ്മൾ പിടിച്ചതിൽ ഏറ്റവും വലിയ വഴുത ഇതാണ്ടാ. ദേണ്ട 180 ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പിടിച്ചത് കറക്റ്റ് 1 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ഫ്രണ്ട്സ്.